എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ഹിന്ദുസ് ലൈഫ് സ്റ്റൈൽ. എല്ലാവരും ഇന്നലത്തെ എൻ്റെ കട്ടത്തൈരിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നലെ കട്ടത്തൈര് ഉണ്ടാക്കിയ വീഡിയോ കണ്ടപ്പോൾ എൻ്റെ ഒന്ന് രണ്ട് ഇത് കണ്ടില്ലേ, ഇന്നലെ ഞാൻ ഉണ്ടാക്കിയ തൈരാണിത്. പിന്നെ അത് എല്ലാവരും ഒന്ന് നോക്കുക. അപ്പോൾ ഈ കണ്ടോ, അത്രയും കട്ടയായിട്ടാണ് ഈ തൈര് വന്നിരിക്കുന്നതെന്ന്. അപ്പോൾ ഈ തൈര് വെച്ചിട്ട് ഒരു ഇഞ്ചിത്തൈര് ഉണ്ടാക്കുന്നതാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്ന് രണ്ട് കൂട്ടുകാർ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, പിന്നെ തൈര് ഉണ്ടാക്കുന്ന മാത്രം കാണിച്ചാൽ പോരാ, ആ തൈര് ഇഞ്ചിത്തൈരോ അതിൻ്റെ എന്തെങ്കിലും ഒരു വിഭവം കൂടെ കാണിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇഞ്ചിത്തൈര് തന്നെ ആക്കാം, മറ്റൊന്നിനും ഞാൻ റെഡി ആയിട്ടില്ല, അതുകൊണ്ട് ഇഞ്ചിത്തൈര് ആക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ സദ്യയിൽ ഒരു മെഡിസിനൽ വാല്യൂ ഉള്ള ഒരു സംഭവം കൂടിയാണ്. നമ്മുടെ സദ്യയിലുള്ള എല്ലാ വിഭവങ്ങളും അങ്ങനെയാണ് കേട്ടോ. ഒന്നിനോടൊന്ന് ഇപ്പം എരിവ് കുറക്കാനായിട്ട് ഓലൻ ഉണ്ടാക്കും. അപ്പോൾ ഇതിപ്പോൾ ദഹനത്തിനൊക്കെ നല്ലതായിട്ടുള്ള, നമ്മൾ സദ്യയൊക്കെ കഴിച്ചിട്ട് നമ്മൾ കുറച്ച് സദ്യയൊക്കെ കുറേ നമ്മൾ പതിവിലധികം കഴിക്കുന്നതായിരിക്കുമല്ലോ, പതിവിലധികം വിഭവങ്ങളൊക്കെ ആയിട്ട് കഴിക്കുന്നതായിരിക്കുമല്ലോ. പായസം ഉണ്ടാവും, എരിവുള്ള കറികളുണ്ടാവാം. അപ്പോൾ അതിനൊക്കെ ബാലൻസ് ചെയ്യാനൊരു നമ്മുടെ ദഹന പ്രക്രിയ ഒക്കെ ഈസിയാക്കാനുള്ള ഒരു സംഭവമാണ് ഇഞ്ചിത്തൈര്. അപ്പോൾ അത് മോര് ആയിട്ട് ഇതുണ്ട്. ഇപ്പം ഞാനിവിടെ ഇഞ്ചിത്തൈരാണ് ആക്കുന്നത്, മോരാക്കുന്നില്ല. പിന്നെ അപ്പോൾ അതൊന്ന് കാണിക്കാം. മോര് നമ്മൾ അവസാനം മോരും കൂട്ടി കഴിക്കാനുള്ള ഒരിതാണല്ലോ. ഇതിപ്പോൾ ഞാൻ ഇഞ്ചിത്തൈരാണ് ഇവിടെ ആക്കുന്നത്. അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം ഒരു 2 ചെറിയ കഷ്ണം ഇഞ്ചി, ഇത്രയേ എടുത്തിട്ടുള്ളൂ. കുറച്ച് ഞാൻ ഈ തൈര് ഒന്ന് ചെയ്ത് കാണിക്കാൻ മാത്രമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഇഞ്ചി എടുത്തു. പിന്നെ ഞാനിത് കുറച്ച് വൈകിയാലും നമ്മൾ ചെറിയ ഉള്ളിയും കൂടെ ചേർക്കുന്നവരുണ്ട്, പക്ഷെ ഞാനിവിടെ ചെറിയ ഉള്ളി ചേർക്കുന്നില്ല. ഒരു കാന്താരി മുളക്, ഇത് അധികം എരിവൊന്നുമല്ല, ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. എരിവ് കൂടുതലുള്ള മുളകല്ല ഇത്, ഒരു ഫ്ലേവർ ഇരിക്കട്ടെ എന്ന് കരുതിയാണ് ഇത് ചെയ്യുന്നത്. പിന്നെ വേണ്ടത് കറിവേപ്പില. കറിവേപ്പില ഞാൻ ചതച്ച് തന്നെയാണ് ചേർക്കുന്നത്. ഒരു 2 തണ്ട് കറിവേപ്പില, കുറച്ച് നല്ലോണം ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല, ഇടിച്ചാണ് ചേർക്കുന്നത്. അതുകൊണ്ട് 2 തണ്ട് കറിവേപ്പില, ഇത്രയും കൂടെ ഇതൊന്ന് നല്ലപോലെ ഇടിച്ച് അപ്പോൾ ഇത് ഇടിച്ച് കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് ഇതിലേക്ക് ഈ തൈര് ഒന്ന് ചേർത്ത് കൊടുക്കാം. തൈര് കണ്ടോ, ഈ ഞാൻ ഇന്നലെ രാത്രിയിൽ ഉറയൊഴിച്ച് വെച്ച തൈരാണ്. അപ്പോൾ അത് കണ്ടോ, ഇത്ര നല്ല ഭംഗിയായിട്ടുള്ള തൈരാണിതെന്ന്. നല്ല കട്ട തൈര് കണ്ടില്ലേ. ഇനി ഇതിൽ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ ശകലം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്ത് കണ്ടോ, ഉടഞ്ഞ് വരുമ്പോൾ ഇങ്ങനെ ഈ ഒരു പാകത്തിനായി വരും. ഇനി ഇത് കുറച്ചും കൂടെ വെള്ളം ചേർത്താൽ മതി, അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലൊന്നിട്ട് കറക്കിയിട്ട് വെള്ളം ചേർത്താൽ കൂടുതൽ ടേസ്റ്റ് ആവും. ഇതൊന്ന് ഞാൻ രുചി നോക്കാം. നല്ല സുഖമാണ് കേട്ടോ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല സുഖമാണ്. നമ്മൾ ചോറ് അങ്ങനെയല്ലേ, അപ്പോൾ ഞാൻ ഈ ഇതിലുള്ള
ഈ ഇന്നലെ ഉണ്ടാക്കിയ ഈ മുഴുവൻ തൈരും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കണ്ടോ, ഇതുണ്ടാക്കിയ അപ്പോൾ ഇഞ്ചിത്തൈര് നമ്മളത് റെഡിയായി. നല്ല പാകത്തിനുള്ള ഇഞ്ചിത്തൈര് റെഡിയായിട്ടുണ്ട്. ഇത് കണ്ടല്ലോ, ഇതുപോലെ ഇരിക്കും. ഇത് എനിക്ക് കൂടുതൽ വെള്ളം ചേർത്താൽ നമ്മൾ ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് ശകലം മിക്സ് ചെയ്ത് വെള്ളം ചേർക്കുകയാണെങ്കിൽ കുറച്ച് ലൂസായിട്ടുള്ളത് കിട്ടും. മോരായിട്ട് കഴിക്കുകയാണെങ്കിൽ, മോര് പോലെ കഴിക്കണമെങ്കിൽ, അല്ല ഇതുപോലെ കഴിക്കാനാണെങ്കിൽ, ഇതുപോലെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇതുപോലെ കഴിക്കാം. ഇല്ല അതൊന്ന് ഒഴിച്ച് കഴിക്കാനാണെങ്കിൽ അങ്ങനെയും കഴിക്കാം. എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും. തൈരുണ്ടാക്കിയത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. തൈരുണ്ടാക്കി ആ തൈര് കൊണ്ട് പിന്നെ ഇഞ്ചിത്തൈരും ഉണ്ടാക്കി. ഇനി ബാക്കി പച്ചടി തന്നെ നമുക്കൊരു ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാം. കൈപ്പക്ക പച്ചടി ഞാൻ എൻ്റെ ചാനലിൽ തന്നെ കൈപ്പക്ക പച്ചടിയും വെണ്ടക്ക വറുത്ത പച്ചടിയും ഒക്കെ ഉണ്ടാക്കുന്നത് വീഡിയോ ഇട്ടിട്ടുണ്ട് അടുത്ത ദിവസങ്ങളിൽ. അപ്പോൾ അതുമൊക്കെ എല്ലാവരും ഒന്ന് കാണുക. Thank you for watching my channel.